ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അതേ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് വീണ്ടും റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിലൊന്നുകൂടി റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില കേസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കേസാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അതേ റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് വീണ്ടും ഒരു പോസിറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മൈൻഡുള്ള ആളുകളായിരിക്കും ഇതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കുക. അതല്ലെങ്കിൽ അതൊരു ചെറിയ കാര്യത്തിനായിരിക്കാം ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം പരസ്പരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആ റിലേഷൻഷിപ്പ് നമുക്ക് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനായിരുന്നു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത്, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന കാര്യത്തിനെ വീണ്ടും ഒന്നുകൂടി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ഇമോഷൻസിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായി വരും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇമോഷൻസിനെ നമ്മൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ ആ ഒരു ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനുള്ള ഒരു ടൈം നമ്മൾ സ്വയം നമുക്ക് അലോ ചെയ്യുക, അങ്ങനെയുള്ള ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇമോഷൻ എന്ന് പറയുന്നത് പലതായിരിക്കാം. ചില ആളുകൾക്ക് അതൊരു ഫിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സങ്കടമായിരിക്കാം, വിഷമമായിരിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള എന്ത് ഇമോഷനാണോ നിങ്ങൾക്ക് വരുന്നത് അത് മനസ്സിലാക്കുക, അത് ആ ഒരു ഇമോഷൻസിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നാൽ പല ആളുകളും ഇങ്ങനെ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോഴേക്കും വിഷമമായിരിക്കും അല്ലെങ്കിൽ ഫിയർ ആയിരിക്കും മുമ്പിൽ വരുന്നത്. പക്ഷെ അതിനെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു മാനസികാവസ്ഥ കാരണം വീണ്ടും വീണ്ടും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഓവർ ബെഗ് ചെയ്യാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ഓവർ റിക്വസ്റ്റ് ചെയ്യാനോ തുടങ്ങും. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു പാച്ചപ്പ് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അതിന് പകരം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ഇമോഷൻ ആയിക്കൊള്ളട്ടെ ആ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് അത് സ്വയം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു ഫീലിങ്സിലൂടെ നമ്മൾ കടന്നു പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തിട്ടുള്ളത് അതിന്റെ റെസ്പോൺസിബിലിറ്റി 100% നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാരണം ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു റീസൺ ഉണ്ടായിരിക്കും, ഒരു വ്യക്തമായ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഒരു കാരണം എന്ത് തന്നെയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആ റിലേഷൻഷിപ്പിലാണെങ്കിലും ലൈഫിലാണെങ്കിലും വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതിന് ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക, വീണ്ടും അത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്കപ്പ് ആയി എന്നുള്ളത് ആക്ച്വലി ഒരു സംഭവിച്ച കാര്യമാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് റിയാലിറ്റി. ബട്ട് സ്റ്റിൽ നമ്മുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മാത്രമല്ല, അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ്. നമുക്ക് വീണ്ടും മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേ റിലേഷൻഷിപ്പ് തന്നെ വീണ്ടും വർക്ക്ഔട്ട് ചെയ്യാനാണെങ്കിലും അതല്ല മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ അത് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പും ലൈഫും ഒന്നാണ്, അല്ലെങ്കിൽ ഇതൊരു എൻഡാണ്, അങ്ങനെയൊന്നും തിങ്ക് ചെയ്യാതിരിക്കുക. അതിന് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി ഇത് കുറച്ച് റിസ്ക് ആണ്. ഇങ്ങനെ ബ്രേക്കപ്പിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ ഫീലിങ്സ് ഇതെല്ലാം ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഹെൽപ്പ്, അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ്, നമുക്കിനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ടൈം അലോ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. അതായത്
ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചു, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചില ആളുകളെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഓവർ പ്രഷർ ചെയ്യാനോ അവർക്കൊരു ഹെഡേക്ക് ആകുന്ന രീതിയിലുള്ള ഓരോ ആക്ഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് വരികയോ അതുപോലെ തന്നെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ റിലേഷൻഷിപ്പിനും അല്ലെങ്കിൽ ആ ബ്രേക്കപ്പ് സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ അലോ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അവർക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചത്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ വാല്യൂ, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ നിരന്തരം അവരെ ചേസ് ചെയ്യാനോ അവരുടെ പുറകെ നടന്ന് ഓവർ പ്രഷർ ചെയ്യാനോ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ പതുക്കെ പതുക്കെ അവരെത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പൊ ഇതൊഴിവാക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവരുടെ സ്പേസ് അലോ ചെയ്യുക, ആ ഒരു പേഴ്സണൽ സ്പേസിൽ കയറിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നാലാമത്തെ കാര്യം, റീ എസ്റ്റാബ്ലിഷ് ദ കോണ്ടാക്ട്. ഒരു റൈറ്റ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് പ്ലേസ് അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ മുകളിൽ പറഞ്ഞ 3 പോയിന്റുകളും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈം അല്ലെങ്കിൽ ഒരു റൈറ്റ് മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഏത് കേസ് ആണെങ്കിലും, അതായത് നിങ്ങളുടെ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കേസ് ഏതൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും അത് പാച്ചപ്പ് ചെയ്യാനാണെങ്കിലും ഉള്ള ഒരു കറക്റ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു മൊമെന്റിൽ കറക്റ്റായിട്ട് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ദെൻ ഫൈനലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാൻ സാധിക്കുക. നേരത്തെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിനുണ്ടായ ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു ബ്രേക്കപ്പിലേക്ക്, അതൊരു പെർമനന്റ് ബ്രേക്കപ്പിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും ഇല്ല. ചേഞ്ച് ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ചേഞ്ച് ഉണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കേണ്ട കുറച്ച് ആക്ഷൻസിൽപ്പെട്ട ഒരു കാര്യം. ഇത്രയും കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാനും അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ തന്നെ നമുക്ക് വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റുകളിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.